എന്നുള്ളവരൊക്കെ ഇവിടെ എത്തി കാഴ്ചകൾ കാണും. അപ്പം എന്റെ ഒരു സുഹൃത്ത് കൂടിയായ ശ്രീ പ്രതാപ് കുംഭഭരണി കാണാനായി ജോലി ലീവൊക്കെ എടുത്ത് വന്നതായിരിക്കും. അതെ അതെ, തീർച്ചയായും. കുംഭഭരണി എന്ന് പറയുന്നത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള എല്ലാവരും, ചെട്ടികുളങ്ങര അമ്പലത്തിനെ അറിയാവുന്ന, ഈ നാടിനെ അറിയാവുന്ന എല്ലാവരും ഈ ദിവസം ഇവിടേക്ക് വരുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. എനിക്കത് തോന്നുന്നത് ഒരു ടുഗദർനെസിന്റെ ഒരു ദിവസമാണ്. കൂടിച്ചേരലുകൾ, നമ്മൾ കാണാത്ത അല്ലെങ്കിൽ കണ്ടിരുന്ന പലരെയും വീണ്ടും തിരിച്ച് കാണാനും ഈ ഉത്സവത്തിന്റെ ഭാഗമായി കൂടിച്ചേരലുകൾക്ക് ഒരു വലിയൊരു അവസരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഗോത്ര സംസ്കൃതിയുടെയോ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി ചെട്ടികുളങ്ങരയും ഇവിടുത്തെ ആഘോഷങ്ങളും ഈ ചന്തയും ഒക്കെ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അനുഭവിച്ച് ആസ്വദിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഏറെ സന്തോഷമുണ്ട് ഇവിടെ വരാനും ഇതൊക്കെ കാണാനും കഴിയുന്നതിൽ. ഇപ്പൊ തന്നെ മോഹൻലാലേട്ടൻ നിന്ന് അദ്ദേഹം ഇവിടെ ഈ പരിപാടിക്ക് വേണ്ടി വരുന്നു. മോഹൻലാലേട്ടനാണ് ഈ വർഷങ്ങളായിട്ട് അമ്പലത്തിന്റെ പുഷ്പാലങ്കാരത്തിന്റെ ഒരാളാണ്. ഇത്തവണ ഗംഭീരമായിട്ടുണ്ടല്ലേ? അതെ അതെ, ഇപ്രാവശ്യം നമ്മളെ എല്ലാ വർഷവും നിന്നൊന്നും മാറ്റി വേറൊരു ടീമിനെ കൊണ്ടാണ് ഇപ്രാവശ്യം ജയിച്ചത്. വളരെ ഭംഗിയായിട്ട് അവർ ചെയ്തപ്പോൾ രാവിലെ കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ ഉറങ്ങിയിട്ടില്ല, അതിന്റെ കൂടെ തന്നെ ആയിരുന്നു. അത് ഭംഗിയായിട്ട് കഴിഞ്ഞിട്ട് അവർ പോയിട്ടുണ്ട്. ഈ നമ്മുടെ ഈ ഒരു നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത് ഈ പ്രവാസികളായിട്ടുള്ള ആളുകൾ പലരും ഓണത്തിന് വരുന്നതിനേക്കാൾ കൂടുതൽ കുംഭഭരണിക്കാണ് കോണാട്ടുകാരിലേക്ക് എത്തുന്നതും ഇവിടെ ഇതുമായി കൊണ്ടാടുന്നതും. അതൊരു വല്ലാത്ത വികാരമാണല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. ചെട്ടികുളങ്ങര കുംഭഭരണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓണാട്ടുകരയിലെ എല്ലാവർക്കും അതൊരു മഹാ തന്നെയാണ്. ഗൾഫിലുള്ളവരെ ഇതിനായിട്ട് നേരത്തെ തന്നെ ലീവൊക്കെ അപ്ലൈ ചെയ്തിട്ട് ആ സമയമാകുമ്പോഴത്തേക്കിന് എല്ലാവരും ഇവിടെ എത്താറുണ്ട്. ഒത്തിരി പേര് ഇവിടെ ഉണ്ട്, നമ്മുടെ അടുത്തുനിന്ന് വന്നിട്ടുള്ളവർ. പിന്നെ അത് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ചെട്ടികുളങ്ങര പ്രവാസി സേവാ സമിതി എന്ന് പറഞ്ഞാൽ ഗൾഫിലെ ഉത്സവമാണ് കുംഭഭരണി. അവിടെ ഒരു ഭരണി മഹോത്സവം നമ്മളിപ്പോൾ നടത്തിയുള്ളൂ. കഴിഞ്ഞ 15-ാം തീയതി കഴിഞ്ഞിട്ട് അതിനുശേഷം ഇപ്പൊ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ഇതേ ചടങ്ങുകളൊക്കെ ഉണ്ടോ? ദുബായിൽ ഓൾമോസ്റ്റ് ഇതുപോലത്തെ എല്ലാ ഭരണിയും കുത്തിയോട്ട ചവിടും പാട്ടും അതൊക്കെ അവിടെ ഇവിടുന്നുള്ള കലാകാരന്മാരാണല്ലേ? അവിടെ ജോലി ചെയ്യുന്ന കലാകാരന്മാർ കുറച്ചുപേരെ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകാറുണ്ട്. അത് ഭയങ്കര ജനപങ്കാളിത്തമൊക്കെ ഉള്ളൊരു ഉത്സവമാണ്. 8,000 മുതൽ 10,000 പേര് പങ്കെടുക്കുന്ന പരിപാടിയാണ്. കഴിഞ്ഞ വർഷം എനിക്ക് ഓർമ്മ വന്നത് ഈ ചെട്ടികുളങ്ങര അമ്പലത്തിന്റെ അതേ ഒരു മിനിയേച്ചർ, ഇവിടെയുള്ള എല്ലാ പ്രതിഷ്ഠകളുടെ ഒരു ചെറിയൊരു മിനിയേച്ചർ അതേ അളവില് കെട്ടുകാഴ്ചകളൊക്കെ അതേ ഒരു അളവില് അവിടെ ഉണ്ടാക്കി. ഇവിടുത്തെ മേൽശാന്തി അവിടെ വന്ന് പൂജിക്കുന്നു. ഇവിടുത്തെ കുത്തിയോട്ട ചുവടുകൾ അവിടുത്തെ കുട്ടികളെ, ഗൾഫിലുള്ള കുട്ടികളെ പഠിപ്പിച്ച് അതിന്റെ ഒരു കാര്യം എന്താ അറിയാമോ, ഈ കുംഭഭരണിക്ക് ഇവിടെ എത്താൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊരു വലിയ സംസാരിക്കാൻ നമുക്ക് മനസ്സിലായി വലിയ ആശ്വാസമാണ്. അതിനുവേണ്ടിയായിരുന്നു. കാരണം ഇവിടെ എല്ലാവർക്കും ചെറിയ രീതിയിൽ ജോലി ചെയ്യുന്നവർക്കൊന്നും എല്ലാ ഭരണിക്കും എത്താനൊക്കത്തില്ല, ടിക്കറ്റിനൊക്കെ. അപ്പൊ അതിന് അവർക്കൊക്കെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് അവിടെ തുടങ്ങി വെച്ചത്. മറ്റൊരു കാര്യം എനിക്ക് അന്നവിടെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ അവിടെ കൊടുത്ത ആഹാരമാണ്. ഇവിടെ ചെട്ടികുളങ്ങര ഉത്സവത്തിന് കൊടുക്കുന്ന കഞ്ഞിസദ്യയിലെ അസ്ത്രം, ഞാൻ അത് ആ ഒരു പേരും ആ ഒരു സാധനം ആദ്യമായിട്ട് കഴിക്കുന്നത് അവിടെ വന്നപ്പോഴാണ്. കുതിരമുട്ടിൽ കഞ്ഞി. അതെ അതെ, അതിന്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു? കുതിരമുട്ടി കഞ്ഞി എന്ന് പറയുമ്പോൾ എല്ലാ കുതിരച്ചവിട്ടിലും എല്ലാവരുടെയും വഴിപാടായിട്ട് നടത്തുന്ന ഒരു അന്നദാനമാണ്. അത് കൂടുതൽ നേർച്ചയാണ്. ഇപ്പം ഇരവടക്ക കരയുടെ പറയുവാണെങ്കിൽ ഒരു ദിവസം 3 കഞ്ഞിയാണ്. ആ കഞ്ഞിക്കകത്ത് കഞ്ഞി, അസ്ത്രം, മുതിര, അവല്, ഉണ്ണിയപ്പം, പഴം, അച്ചാറ്, പപ്പടം, ഇത്രയും ഐറ്റങ്ങളാണ്. കുടിക്കുന്നതിനും പ്രത്യേകതയുണ്ട്. നമ്മുടെ തട, പഴയകാലത്തെ തടയും അതിനകത്ത് ഇലം വെച്ചാണ് കഞ്ഞി വിളമ്പുന്നത്. നിലത്തിരുന്നാണ് ആൾക്കാർ അത് കുടിക്കുന്നത്. നിലത്തിരുന്ന് കഞ്ഞി കുടിക്കുന്നവരെ ബന്ധപ്പെട്ട് വിവാദമൊക്കെ നടക്കുന്ന ഒരു കാലം കൂടാണ്. അതെല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ടല്ലോ. നമ്മൾ ആരെ ഇരുത്തുന്നില്ല, അവർ സ്വന്തമായിട്ട് വന്നിരിക്കുകയാണ്. അത് ഓരോ കഞ്ഞി നടക്കുന്ന സമയത്തും ക്യൂ നിൽക്കാനും ആൾക്കാർക്ക് ക്ഷമയുണ്ട്. 1 മണിക്ക്, ഇപ്പോഴത്തെ ചൂടത്തിൽ 1 മണിക്ക് നടത്തുന്ന കഞ്ഞിക്ക് പോലും ജനത്തിന് ഒരു കുറവുപാട് ഉണ്ടായിട്ടില്ല. ആർക്കും ഒരു പരാതിയില്ല, ആർക്കും ഒരു ധൃതിയില്ല. എല്ലാവരും സന്തോഷമായിട്ട് ഈ ഈ ഭരണിയുടെ എല്ലാ കാര്യത്തിലും, കെട്ടുകാഴ്ച പിടിക്കുന്നതിനായാലും, കെട്ടുകാഴ്ച കൊണ്ടുവരുന്നതിനായാലും, കെട്ടുകാഴ്ച കിട്ടുന്നതിനായാലും, ഏത് കാര്യത്തിനും എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുന്ന ഒരു ഭയങ്കര ഒരു സപ്പോർട്ടാണ് ഈ 13 കരയുടെ ഒരു കഴിവ്. അതിന്റെ ഒരു പ്രകടനമാണ് നമ്മുടെ ഭരണി മഹോത്സവം. ഈ ഭരണി, നമ്മുടെ ഈ കെട്ടുകാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യാധ്വാനത്തിന്റെ കൂടി ഒരു ഫലമാണ്. കാരണം എത്രയോ രാപ്പകലുകൾ അധ്വാനിച്ചാണ് ഇന്ന് വൈകുന്നേരം ഈ കാഴ്ചക്കണ്ടത്തിലേക്ക് കുതിരകൾ എത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിന്റെ ഒരു സമർപ്പണം. കാരണം ഞാനിപ്പോൾ ശ്രീദേവിലാസം ഹിന്ദുമത കൺവെൻഷൻ ആൾക്കാർ സംസാരിക്കുകയായിരുന്നു. ഓരോ വർഷവും ഇതിന്റെ പ്രൗഢി കൂടുന്നതല്ലാതെ, അല്ലെ ആളുകളുടെ ഡെഡിക്കേഷൻ കൂടുന്നതല്ലാതെ കുറയുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. എന്താണ് വേണ്ടത്, ഓരോ കരയെ പ്രതികരിച്ചുകൊണ്ടാണ് ഓരോ കെട്ടുകാഴ്ചകളും വരുന്നത്. അപ്പം അതിന് കൂടുതൽ ഓരോ കരയ്ക്കും കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നുള്ള ഇതിൽ അവരെ കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അളവ് തന്നെ ഇങ്ങനെ കൂട്ടി വന്നിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു, എന്താ പറയണ്ടേ, അതിൻ്റെ ഒരു അങ്ങേയറ്റം വരെ എത്തിയിരിക്കുകയാണ്.
അപ്പോൾ എല്ലാവരും അതിനെ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ജാതിഭേദ മതം ഇതെല്ലാം ഇല്ലാതെ എല്ലാവരും ഒരുമിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കെട്ടുകാഴ്ചകളാണ് ഇവിടെ എത്തുന്നത്. നിങ്ങളുടെ ഭരണിച്ചന്തയൊക്കെ ഉണ്ടോ? ഭരണിച്ചന്ത കണ്ടോ? ഞാൻ ആക്ച്വലി അതാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ കാച്ചിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പോൾ കാച്ചിൽ കൂടാതെ നമുക്കിപ്പോൾ ചേനയുണ്ട്, ചേമ്പുണ്ട്, നടാനുള്ളുണ്ട്, പിന്നെ ഈ വാട്ടുകപ്പ എന്ന് പറയുന്ന ഉണക്കക്കപ്പ. അപ്പം ഇതൊക്കെ അതെ ഇത് അദ്ദേഹത്തിന് അത് ഒരുപാട് പറയാനുണ്ടാവും. ഇവിടെ അന്യം നിന്ന് ഈ